بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സത്യവിശ്വാസികളെ, ഇമാം സഅദി റഹിമഹുള്ളയുടെ അത്തൗളീഹ് വൽ ബയാൻ ലിശജറത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി 3 ദർസുകൾ നമ്മൾ എടുത്തിരുന്നു. അതില് എന്താണ് ഈമാൻ, എന്താണ് ഈമാനിന്റെ തഅരീഫ്, ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ, ഈമാൻ കുറയുന്ന കാരണങ്ങൾ, ഈമാൻ കൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ, ഇതെല്ലാമാണ് ഗ്രന്ഥത്തിലെ ചർച്ച എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ എന്താണ് ഈമാൻ എന്ന് മനസ്സിലാക്കുന്ന ഭാഗമാണ്, ആദ്യത്തെ ഭാഗമാണ് നാം വായിച്ചിരുന്നത്. അതിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസവും കർമ്മങ്ങളും അതുപോലെ തന്നെ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വിവിധ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൽ നാം അവസാനം പറഞ്ഞ ഒരു ഹദീസ് ശൈഖ് കൊടുത്തത് അൽ മുഅ്മിനു മൻ അമിനഹു الناس على دمائهم واموالهم. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ജനങ്ങൾ, ആ ജനങ്ങളുടെ സ്വത്തിന്റെ വിഷയത്തിലും ജനങ്ങളുടെ സ്വന്തത്തിന്റെ രക്തത്തിന്റെ വിഷയത്തിലും നിർഭയരായിരിക്കും. കാരണം മുഅ്മിൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളാകില്ല. അതായിരുന്നു അവസാനം പറഞ്ഞത്. അതിൽ അവസാനം ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ ഈമാനുമായി ബന്ധപ്പെട്ട ഒരു ഖൗല് പറഞ്ഞാണ് നാം അവസാനിപ്പിച്ചത്. ലൈസൽ ഈമാനു ബിത്തമന്നി വതഹല്ലി വലാകിന്നഹു മാ വഖറ ഫിൽ ഖുലൂബ് വസദ്ദഖത്ഹുൽ അഅമാൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കാരം പോലെ കൊണ്ടു നടക്കേണ്ട ഒന്നല്ല. അത് കൽബിൽ ഉറച്ചിരിക്കേണ്ട, കൽബിൽ ഉറച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് അവന്റെ അമാലുകൾ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ അമാലുകൾ കൊണ്ട് അത് തെളിയിക്കുന്നവനായിരിക്കും. ഒരാൾ ഈമാൻ ഉള്ളവനാണ്, നമ്മളൊരാൾ പറയാൻ ഞാൻ ഈമാൻ ഉള്ളവനാണെന്ന് പറഞ്ഞാൽ അവന്റെ കർമ്മങ്ങളിലൂടെ അത് തെളിയിക്കപ്പെടുന്നതായിരിക്കും. ഇനി അടുത്തത് ഷെയ്ഖ് പറയുന്നത്, ഇത്ര ഈ ഗ്രന്ഥത്തിൽ ഇതുവരെ നാം പറഞ്ഞത് വാഹിറായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ചായിരുന്നു പ്രധാനമായിട്ടും. അടുത്തത് പറയുന്നത് ഫൽ അഅമാലു ളാഹിറ വൽ ബാത്തിന തസദ്ദഖുൽ ഈമാൻ വബിഹാ യതഹഖഖ്. അഅമാലുകൾ വാഹിറായ ബാഹ്യമായ കർമ്മങ്ങൾ ഉണ്ടാവും, അതുപോലെ ഖൽബുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ഉണ്ടാവും. ഈ രണ്ടുകൊണ്ടും ഒരുത്തൻ അവന്റെ ഈമാൻ തെളിയിക്കും, സത്യപ്പെടുത്തും, സാക്ഷാത്കരിക്കും. അതിന് ശേഷം കൊടുക്കുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കമാ ഖാല തആല വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഈമാൻ ഉള്ളത് അവന്റെ ഖൽബിനെ അല്ലാഹു തആല ഖൽബിന് ഹിദായത്ത് നൽകും. ഇവിടെ എന്താണ് ഉദ്ദേശം? ഇതിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാം. അതുപോലെ ശൈഖ് പറയാണ്, ഒരു അടിമയ്ക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, നമ്മൾ ഓരോരുത്തർക്കും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മുസീബത്ത് ബാധിച്ചാൽ അവന് മനസ്സിലാകും ഇത് ഹക്കീമും റഹീമുമായ അള്ളാഹുവിന്റെ തീരുമാനമാണ്, യുക്തിപൂർവമായിട്ടുള്ള നമ്മളോട് ഏറ്റവും അധികം കാരുണ്യം ചൊരിയുന്ന അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തൊക്കെയോ നന്മകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ബോധം അവനും ഉണ്ടാകും. അങ്ങനെ അവന്റെ കൽബിനെ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കും. അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, ക്ഷമിക്കാനുള്ള കഴിവിന്, അള്ളാഹുവിന് കീഴൊതുങ്ങാൻ, അതുപോലെ ഏറ്റവും നല്ല സമാധാനത്തിന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വിധിക്കുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത നന്മയുണ്ടാകുമെന്നുള്ള ബോധം ഒരുത്തന് വരുമ്പോൾ, ആ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് ഹിദായത്ത് വർദ്ധിപ്പിക്കും. ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ലഭിച്ചാൽ അവിടെ നിൽക്കുന്നതല്ല, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് ഗ്രന്ഥം, മുത്തഖീങ്ങൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന കിതാബാണ് ഖുർആൻ.
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫവായിദിൽ ഈ ആയത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്നാമത്തേത്, ഈ ആയത്തിൽ മുത്തഖീങ്ങൾക്കാണ് ഹിദായത്ത് എന്ന് പറയുന്നു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയാം. അതിൽ ഒന്നാമത്തെ ഭാഗം, ഏതൊരു മനുഷ്യനും ഫിത്രത്തിൽ തന്നെ നന്മ ഏതാണ് തിന്മ ഏതാണെന്നുള്ളൊരു സ്വഭാവം ഉണ്ടാകും. ഉദാഹരണത്തിന്, ഏതൊരു കുട്ടിക്കും അറിയുന്ന കാര്യമാണ് മറ്റൊരാളുടെ സമ്പത്ത് കട്ടെടുക്കുക എന്നുള്ളത് തെറ്റാണ്, മറ്റൊരാളെ അനാവശ്യമായി ഉപദ്രവിക്കുക എന്നുള്ളത് തെറ്റാണ്, ഒരു ഹറാമായ വ്യഭിചാരം തെറ്റാണ്, അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റാണ്. ആളുകൾ എത്ര വ്യത്യസ്തരാണെങ്കിലും ഏത് നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഫിത്രത്തിയായിട്ടുണ്ടാകും. അങ്ങനെ ഒരു സൂക്ഷ്മതയുള്ളവർക്ക് ഖുർആൻ ഇറങ്ങുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ കൂടുതൽ ഹിദായത്ത്, നേരായ ഇസ്ലാമിന്റെ ഈമാനിന്റെ ഹിദായത്ത് ലഭിക്കും. രണ്ടാമത്തെ ഭാഗം, അങ്ങനെ ഹിദായത്ത് ലഭിച്ച ആളുകൾ അവർ ഈമാനും അമാലുകളും കൊണ്ട് തഖ്വയുള്ളവരാകുമ്പോൾ അവർക്ക് കൂടുതൽ ഹിദായത്ത് ലഭിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു തവണ ഒരു ഹിദായത്ത് ലഭിച്ചാൽ അവൻ അതിന്റെ അടുത്ത ദർജയിലേക്ക് എത്തും, അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദർജയിലേക്ക് എത്തും, അവിടെ എത്തിയാൽ അതിന്റെ അടുത്ത ദർജയിലേക്ക്, അങ്ങനെ ഹിദായത്തിന്റെ അവസാനമില്ലാത്ത ഉന്നതമായ ദർജയിലേക്കുള്ള യാത്രയായിരിക്കും അവനുണ്ടാവുക, ഏറ്റവും ഉന്നതമായത്. അത് അത്രത്തോളം ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, ഒരുത്തൻ അള്ളാഹുവിന്റെ ഖദറിൽ, നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്ന എന്തൊക്കെ മുസീബത്തുകളുണ്ടോ ഇതിന് പിന്നിൽ ഹക്കീമും റഹീമുമായ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതേക്കാൾ ഒരു ഖൈർ എനിക്ക് വരുന്നുണ്ട് എന്നുള്ള ബോധം. അല്ലാഹു തആല പറഞ്ഞു, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടാവും, അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. അല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസമുള്ളതായിരിക്കും. അതുപോലെ അല്ലാഹു തആല ശൈഖ് അടുത്തൊരു ആയത്ത് കൊടുക്കുകയാണ്, كما قال تعالى إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم. إن الذين آمنوا, യഥാർത്ഥ വിശ്വാസമുള്ളവർ, وعملوا الصالحات, അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നവർ, യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, അവരുടെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ആ ഈമാൻ കൊണ്ട് അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കും. ഇവിടെ എന്തിലേക്കാണ് ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അതെന്താണ്? എല്ലാവിധ ഖൈറിൽ നിന്നും എല്ലാവിധ ഖൈറിലേക്കുമുള്ള ഹിദായത്ത്, അതുപോലെ എല്ലാവിധ ഷർറിൽ നിന്നും രക്ഷപ്പെടാനുള്ള തൗഫീഖും അവന് കൊടുക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമാലുകൾ എന്നുള്ളത്, ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള അമാലുകൾ, അത് വാഹിറായിട്ടും അതുപോലെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോ നമ്മൾ ഈ കിതാബിന്റെ കുറച്ച് മുമ്പ് എടുത്തതാണ് നമ്മൾ ലോക്ക്ഡൌണൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ആ ഭാഗത്ത് പറഞ്ഞ അമാലുകൾ ഈമാനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞതിന് തുടർച്ചയാണ് ഈ പറയുന്നത്. ഈ അടുത്തത് വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, മാ കാന അല്ലാഹു ലിയുദിയ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയാണ്, വമാ കാന അല്ലാഹു ലിയുദിയ ഈമാനകും, അല്ലാഹു തആല നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്നവനല്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, അല്ലാഹു തആല ജനങ്ങളോട് അങ്ങേയറ്റത്തെ റഊഫ്, കൃപാലുവാണ്, കാരുണ്യം ചൊരിയുന്നവനാണ്. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ഇവിടെ അല്ലാഹു തആല നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയില്ല എന്ന് പറഞ്ഞെടുത്ത് ഈമാൻ എന്നുള്ളത് കൊണ്ട് മുഫസ്സിരീങ്ങൾ അർത്ഥം പറഞ്ഞത് അസ്സലാ എന്നാണ്, നമസ്കാരം എന്നാണ്. കാരണം ഈ ആയത്തിറങ്ങുന്ന സാഹചര്യം നമുക്കറിയാം, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഖിബ്ല എവിടെയായിരുന്നു? ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു. അപ്പൊ ജൂതന്മാർ പറയുമായിരുന്നു, ഞങ്ങളുടെ തന്നെ ഖിബ്ലയാണ് നിങ്ങൾക്കും, അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയിലേക്ക് ഖിബ്ല തിരിച്ചു കൊടുത്തു. അപ്പോ ആ മുഅ്മിനീങ്ങളിൽ തന്നെ ചില ആളുകൾക്കൊരു ശുബ്ഹത്തുണ്ടായി, ഒരു സംശയമുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലം ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ച മുസ്ലിമീങ്ങളുണ്ട്, അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ നിസ്കാരമൊക്കെ ബാത്തുലാവോ? അവരുടെ നിസ്കാരം നഷ്ടപ്പെടുവോ? അവർക്ക് അതിന്റെ കൂലി കിട്ടൂലേ? ഇങ്ങനെ ഒരു സംശയം ഉണ്ടായി. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്, വമാ കാന അല്ലാഹു ലിയുദിയ ഈമാനകും, നിങ്ങളുടെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയില്ല. അപ്പോൾ ഈമാൻ കൊണ്ട് ഉദ്ദേശം എന്താണ്? നമസ്കാരമാണ്. അസ്സലാ, നമസ്കാരം ഈമാനാണ്. അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില ഹദീസുകളിലും ഈമാൻ എന്ന്, നമസ്കാരത്തിന് ഈമാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരാൾ മുഅ്മിനാണെങ്കിൽ അവന്റെ നമസ്കാരം അത്ര ശരിയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരാൾ 5 വഖ്ത് നമസ്കാരത്തിന് ജമാഅത്തിന് നീ കണ്ടാൽ അവൻ മുഅ്മിനാണ് എന്നുള്ളത് നീ സാക്ഷിയായിക്കൊള്ളുക.
അവന് ഈമാൻ ഉണ്ട് എന്നുള്ളതിന് സാക്ഷിയായി കൊള്ളുക എന്ന് ചില ഹദീസുകൾ വന്നായി കാണും. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ ഈമാൻ എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ നിന്ന് വലിയൊരു സന്തോഷ വാർത്തയാണ് ലഭിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു അടിമയുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയില്ല. ബശാറത്തുൽ കുബ്ര, മഹത്തരമായ ഒരു സന്തോഷ വാർത്തയാണത്. ഈമാനിന്റെ അംശം അല്ലാഹു തആലയുടെ വിലയുമില്ലാതെ കളയുന്ന അവസ്ഥ ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നല്ലാഹ യുഖ്രിജു മിനൻ നാരി മൻ ഫീ ഖൽബിഹി അദ്നാ മിസ്ഖാല ഹബ്ബത്തി ഖർദലിൻ മിൻ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അടിമയുടെ കൽബിലുള്ള ഏറ്റവും ചെറിയ അംശം പോലെയുള്ള ഈമാൻ പോലും ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ കൽബിൽ ചെറിയ ഒരു അണുമണി തൂക്കം ഈമാൻ കാണുകയാണെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ നാം പറഞ്ഞത് ഈമാൻ അല്ലാഹു തആല നഷ്ടപ്പെടുത്തി കളയില്ല. രണ്ടാമത്തെ ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ, ഒരാൾ അല്ലാഹുവിനെ ലക്ഷ്യം വെച്ച് ഒരു സൽക്കർമ്മം ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി ചെയ്തു. അവന് എന്തെങ്കിലും ഒരു തെറ്റതിൽ വന്നുപോയി, അവനെന്തെങ്കിലും അവന്റെ ഒരു അറിവുകേട് കൊണ്ടോ അവൻ മനസ്സിലാക്കുന്നതിന്റെ ഒരു കുഴപ്പം കൊണ്ടോ ആ ഒരു കർമ്മത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനത് വിട്ടുകൊടുക്കുന്നതാണ്. കാരണം അവനത് ചെയ്യാൻ അവന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, അവന്റെ ഇൽമ അനുസരിച്ച് അവൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, അവന്റെ ഈമാൻ അനുസരിച്ച് അവനറിയില്ല അത് നസ്ഖ് ചെയ്തു പോയി എന്നറിയില്ല, അങ്ങനെ അത് പിന്നീട് നസ്ഖ് ചെയ്തു പോയാൽ ഇതുപോലെ ഈ നമസ്കാരം പോലെ അങ്ങനെ എന്തൊക്കെ വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ കർമ്മം നഷ്ടപ്പെടുത്തി കളയില്ല. അതിനനുസൃതമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്തുകൊണ്ട്? അവൻ അല്ലാഹുവിനെ ലക്ഷ്യം വെച്ച് അവന്റെ പ്രവാചകനെ പിൻപറ്റി അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അതാണ് മുഅ്മിനീങ്ങൾ ആമനർ റസൂൽ എന്ന് നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് ഇറങ്ങുമ്പോഴുള്ള ആ ആയത്തിന് ശൈഖ് കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, റബ്ബേ ഞങ്ങൾ മറന്നുപോയാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം വന്നുപോയാൽ ഞങ്ങളെ നീ പിടിക്കരുതേ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല മറുപടി പറയുന്നത് എന്താണ്? ഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ നിങ്ങളുടെ ദുആ സ്വീകരിച്ചു എന്നുള്ളത് ഞാൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആമന റസൂൽ ഇറങ്ങിയ സാഹചര്യം നമുക്കറിയണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആമന റസൂലിനെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂ യുഹാസിബുക്കും ബിഹില്ലാഹ്, നിങ്ങളുടെ കൽബിലുള്ളത് മറച്ചു വെച്ചാലും അത് പ്രകടമാക്കിയാലും അല്ലാഹു തആല അത് നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളാകെ ഭയപ്പെട്ടു. കൽബിൽ തെറ്റായ ചിന്ത വരാത്ത ആരാ ഉണ്ടാവുക? കൽബിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ചിന്തകളില്ലാത്ത ആരാ ഉണ്ടാവുക? അത് റസൂലുള്ളാഹിന്റെ അടുത്ത് പറഞ്ഞു, റസൂലുള്ളാഹ് ഞങ്ങളിൽ ആരുമില്ല, കൽബിൽ എന്തെങ്കിലും തെറ്റായി ചിന്തിക്കാത്ത ഒരാളുമില്ല, അതിന് ഞങ്ങളെ വിചാരണ ചെയ്താൽ ഞങ്ങൾ നഷ്ടക്കാരായി പോകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു സമീഅനാ വഅതഅനാ, നിങ്ങൾ വസല്ലംനാ, നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയല്ല, നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങി, ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ. അപ്പൊ മുഅ്മിനീങ്ങൾ അവരുടെ ഈമാനിന്റെ ഭാഗമായിട്ട് അവരത് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരത് പറഞ്ഞപ്പോൾ അല്ലാഹു തആല മുൻപ് പറഞ്ഞ ആയത്തിനെ നസ്ഖ് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് അല്ലാഹു തആല പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, ഒരു മനുഷ്യനും അവന് സാധിക്കാത്ത ഒരു കാര്യത്തിന്റെ മേലെ അല്ലാഹു തആല അവനെ നിർബന്ധിക്കൂല. ലഹാ മാ കസബത് വലൈഹാ മക്തസബത്, അവരെന്താണോ പ്രവർത്തിച്ചത് അത് അവരുടെ മേലെ ഉണ്ടാകും. റബ്ബന, എന്നിട്ട് മുഅ്മിനീങ്ങളുടെ ദുആ പറയാണ്, റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഖദ് ഫഅൽതു ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا, ഞങ്ങൾ മുൻപുണ്ടായിരുന്നവരെ ഏൽപ്പിച്ച പോലെയുള്ള ഭാരം ഞങ്ങളെ നീ ഏൽപ്പിക്കരുത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഖദ് ഫഅൽതു ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا واغفر لنا وارحمنا أنت مولانا, ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളോട് കാരുണ്യം ചൊരിയണം, നീയാണ് ഞങ്ങളുടെ മൗല. അപ്പോ അല്ലാഹു തആല പറയും, ഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ അത് സ്വീകരിച്ചു എന്നുള്ളത് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് അല്ലാഹു തആല നമ്മുടെ എന്തെങ്കിലും ഒരു അബദ്ധം കൊണ്ട് സംഭവിച്ചാൽ അല്ലാഹു തആല അത് പൊറുത്തു തരും, അവന്റെ ഈമാനിന്റെ ഭാഗം കൊണ്ട്. അടുത്തതായി ശൈഖ് ഒരു ഹദീസ് കൊടുക്കുകയാണ് ഇത് മനസ്സിലാക്കി തരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജിത്തഹദൽ ഹാകിമു ഫഹകമ ഫഅസാബ ഫലഹു അജ്റാൻ വഇദാ ജിത്തഹദ ഫഅഖ്ത ഫലഹു അജ്റുൻ വാഹിദുൻ വഖതഹു മഗ്ഫൂറുൻ ലഹു. ഇദാ ജിത്തഹദൽ ഹാകിമു ഫഹകമ,
ഒരു വിധി നടപ്പിലാക്കുന്ന ഒരാൾ അത് ഇജ്തിഹാദ് ചെയ്തു, അവന്റെ അറിവിന്റെ കഠിനമായി അറിവിന്റെ അളവിൽ നിന്നുകൊണ്ട് അവൻ കഠിനമായി ഇജ്തിഹാദ് ചെയ്തു, പരിശ്രമിച്ചു. ഫഹക്കമ, അങ്ങനെ അവനൊരു വിധി പറഞ്ഞു. ഫഅസാബ ഫലഹു അജ്റാൻ, അത് ശരിയായി കഴിഞ്ഞാൽ അവന് 2 പ്രതിഫലമുണ്ട്. വഇദ ജിത്തഹദ ഫഅഖ്ത, അവൻ ഇജ്തിഹാദ് ചെയ്തു, അതിനത് അബദ്ധം തെറ്റിപ്പോയി, ഫലഹു അജ്റുൻ വാഹിദുൻ, അവനൊരു പ്രതിഫലം ഉണ്ടാവും. വഖതഉഹു മഗ്ഫൂറുൻ ലഹു, അവന്റെ തെറ്റ് എന്നുള്ളത് അല്ലാഹു തആല പുറത്തു കൊടുക്കും, അവന്റെ തെറ്റ് എന്നുള്ളത് പുറത്തു കൊടുക്കും. ഇവിടെ എന്താണ്, അവന്റെ ഇൽമുണ്ട്, ഇജ്തിഹാദ് ചെയ്യാനുള്ള യോഗ്യത അവനുണ്ട്, അതിനുള്ള ആലാറ്റുകൾ, അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള ഉസൂലുകൾ അവന്റെ കയ്യിലുണ്ട്, ഇൽമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ കഠിനമായി ഒരു വിഷയത്തിന്റെ വിധി നടപ്പിലാക്കാൻ അതിനെക്കുറിച്ച് പഠിച്ചു, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി, അതിനൊരു വിധി പറഞ്ഞു. ഇനി അത് ശരിയായാൽ അവൻ 2 പ്രതിഫലം, തെറ്റിയാൽ 1, അവന്റെ അബദ്ധം അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ അവന്റെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തില്ല. ഇനി ഒരു മുഅ്മിൻ അവനൊരു അമല് ചെയ്യാൻ വേണ്ടി നിയ്യത്ത് വെച്ചു, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചു, അവൻ അങ്ങനെ അതിനുവേണ്ടി എല്ലാ തീരുമാനവും എടുത്തു. പക്ഷേ അവന് യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ മറ്റെന്തെങ്കിലും ദുർബലത കൊണ്ടോ അതിന് പറ്റിയില്ല. സത്യസന്ധമായ തീരുമാനമാണ് അവൻ എടുത്തത്, സത്യസന്ധമായിട്ടുള്ള തീരുമാനം, പക്ഷെ അതിന് സാധിച്ചില്ല. അങ്ങനെ വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആ പ്രതിഫലം നൽകുന്നതാണ്. അതിനുള്ളൊരു ഹദീസാണ്, മൻ മരിള ഔ സാഫറ കുതിബ ലഹു മാ കാന യഅമലു സഹീഹൻ മുഖീമ. ഒരാൾ അവന്റെ ആരോഗ്യമുള്ള സമയത്ത്, അവന്റെ നാട്ടിലായിരിക്കുന്ന സമയത്ത് അവൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ, അവനൊരു യാത്രയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ച് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അവൻ എന്തുണ്ടാകും, ആ കർമ്മങ്ങളുടെ പ്രതിഫലം അല്ലാഹു തആല നൽകും. അപ്പൊ ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ ധാരാളം കർമ്മങ്ങൾ ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, പ്രത്യേകിച്ച് യുവാക്കൾ, അവരുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ എപ്പോ വേണമെങ്കിലും നമുക്ക് രോഗം ബാധിക്കാം. എത്രയോ ആളുകൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം കുറഞ്ഞു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം കൊണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ രോഗിയായിട്ട് കിടക്കുമ്പോൾ പോലും സ്ഥിരമായി ആ കർമ്മങ്ങളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ രേഖപ്പെടുത്തും. ഇവിടെ എന്താണ് പറഞ്ഞത്, അല്ലാഹു തആല ഒരിക്കലും ഒരു മുഅ്മിനിന്റെ ഈമാൻ, അവൻ ഈമാനോടുകൂടി ചെയ്ത അമലുകൾ അല്ലാഹു തആല പാഴാക്കി കളയില്ല. എന്നിട്ട് ഈമാനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ കിതാബിലെ അടുത്ത ഫസ്ലിലേക്ക് ശൈഖ് കിടക്കുകയാണ്. ഈമാനുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നത് അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ എന്നുള്ളത് കൂടുകയും കുറയുകയും ചെയ്യും. ഈമാനുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുള്ള പ്രധാനപ്പെട്ട വിശ്വാസമാണ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇതിന് പഴച്ചുപോയ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈമാൻ ഒരു വട്ടം ഉണ്ടായാൽ അത് എപ്പോഴും ഉണ്ടാകും, പിന്നെ ചില ആളുകൾ വൻപാപം ചെയ്താൽ ഈമാൻ നിന്ന് പുറത്തു പോകും, അങ്ങനെ പല വിശ്വാസങ്ങൾ. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പ്രകാരം ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നത് വഴി, അള്ളാഹുവിനെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി വർദ്ധിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന വഴി കുറയുകയും ചെയ്യുന്ന കാര്യമാണ് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇവിടെ ശൈഖ് പറയാണ്, ഇപ്പൊ ഈമാനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ഈമാൻ എന്നുള്ളത് കഴിഞ്ഞ ഈ വിഷയങ്ങളിൽ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞു. വന്നഹു ഇസ്മുൻ ജാമിഉൻ ലിശറാഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശറഅുകൾക്ക് മൊത്തമായി പറയുന്ന ഇസ്മാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഈമാൻ ഇസ്ലാമിന്റെ എല്ലാ ഭാഗങ്ങളും, അമാലുകൾ ഉൾപ്പെട്ടു, സ്വഭാവങ്ങൾ ഉൾപ്പെട്ടു, വിശ്വാസങ്ങൾ ഉൾപ്പെട്ടു. ഇനി അടുത്ത വിഷയം, ഇത് കൂടുകയും ചെയ്യും, കൂടി ശക്തിപ്പെടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. സലഫുകൾ പറയുമായിരുന്നു, സലഫുകളോട് ചോദിക്കുമായിരുന്നു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമോ? പറയും, ഈമാൻ കൂടും, ഈമാൻ പർവ്വതക്കണക്കിന് ശക്തിപ്പെട്ട് അത്യുന്നതമായ അവസ്ഥയിലേക്ക് എത്തും. ഈമാൻ കുറയും, ഒന്നൊരു ചരിയില്ലാത്ത അവസ്ഥയിലേക്ക് കുറയുകയും ചെയ്യും. ഇങ്ങനൊരു വിഷയം ശൈഖ് പറയാണ്, ഇത് ശറഅ് കൊണ്ട്, ദീനിലെ തെളിവ് കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങൾ കൊണ്ടോ സ്വന്തം ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഒരാൾക്ക് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ച് ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുക, 5 വഖ്ത് ജമാഅത്ത് നിസ്കരിക്കുക, സുന്നത്തായ നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം ചെയ്താൽ നമുക്ക് ഈമാനികമായിട്ടൊരു ശക്തി തോന്നും, ഭയങ്കര ഒരു ധൈര്യം. എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാലും എന്തെങ്കിലും ഒരു പരീക്ഷണം നേരിട്ടാലും അതിനൊക്കെ നേരിടാൻ ശക്തി ഉണ്ടാവും. അവർ ചില സമയത്ത് നമുക്കറിയാം, നമ്മളിപ്പോ ഈ ലോക്ക്ഡൌണിനൊക്കെ നമ്മൾ അനുഭവിച്ചാണ്. നമ്മൾ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോ, നിസ്കരിക്കാൻ ജമാഅത്തായി പങ്കെടുക്കാൻ ജുമ ഇല്ലാത്ത ഒരു എന്താ പറയാ ഒരു ഉപദേശം ലഭിക്കാത്ത അങ്ങനെ ഒരു കാലം വന്നപ്പോ നമ്മുടെ ഈമാനിൽ കുറവ് വരുന്നത്.
നമുക്കറിയാം. അതേസമയത്ത് ഹറാമുകൾ ചെയ്യുമ്പോൾ അള്ളാഹു തആല ഹറാമാക്കിയ എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും നോട്ടം, എന്തെങ്കിലും കേൾവി, എന്തെങ്കിലും പ്രവർത്തനം ചെയ്താൽ നമ്മുടെ ഈമാൻ ദുർബലാവും. നമുക്കറിയുന്ന കാര്യമാണ്, ഇതൊരു സംശയവുമില്ല. ഇനി ദീനിൽ തന്നെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഷെയ്ഖ് അതിനുള്ള ദലീലുകൾ കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ഫത്ഹിൽ, ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, അവരുടെ ഈമാനോടൊപ്പം ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. വയസ്ദാദല്ലദീന ആമനു ഈമാന, മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് വീണ്ടും മുസ്ലിമീങ്ങൾ ഏറ്റവും അധികം ക്ഷീണിച്ച, ഉപദ്രവങ്ങൾ നേരിട്ട അവസ്ഥയിലാണ്. അവരാകെ ശോഷിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് മുശ്രിക്കുകൾ വീണ്ടും ആക്രമിക്കാൻ വരേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങളെ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങൾ അത് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫഖ്ശൗഹും, നിങ്ങൾ പേടിച്ചോളും. ഫസാദഹും ഈമാന, എന്നാൽ മുഅ്മിനീങ്ങൾക്ക് എന്താ ഉണ്ടായത്? ഇത് കേട്ടപ്പോ അവർ ഈമാൻ വർദ്ധിച്ചു. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവനാണ് ഏറ്റവും വലിയ ബലമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായവൻ അവനാണ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താ, ഈമാൻ വർദ്ധിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു സൂറത്ത് തൗബയിലെ ആയത്തിൽ കാണാം, وَإِذَا مَا أُنْزِلَتْ سُورَةٌ فَمِنْهُمْ مَنْ يَقُولُ أَيُّكُمْ زَادَتْهُ هَذِهِ إِيمَانًا فَأَمَّا الَّذِينَ آمَنُوا فَزَادَتْهُمْ إِيمَانًا وَهُمْ يَسْتَبْشِرُونَ. വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ആർക്കാണ് ഈമാൻ വർദ്ധിക്കുന്നത് ചില ആളുകൾ ചോദിക്കും. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കും. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത്, ഇനി ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈമാനിൽ വർധനവുണ്ടാകും എന്നുള്ളതാണ്. എന്നിട്ട് ഷെയ്ഖ് അതിനെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ആളുകൾക്കെല്ലാം അതറിയാം. നമുക്ക് ഓരോരുത്തർക്കും ഈമാനുള്ള ഒരാൾക്കറിയാം തന്റെ ഈമാൻ കൂടുന്നതും കുറയുന്നതും ഉണ്ട് എന്നുള്ളത്. അതിലൊരു സംശയമില്ല. അത് തന്നെ ഈമാൻ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ഒരാൾക്ക് നല്ല ഈമാനിക അവസ്ഥയാണെങ്കിൽ അവന്റെ സ്വഭാവം, അവന്റെ പെരുമാറ്റം, അവന്റെ കർമ്മങ്ങൾ, ഇതിലെല്ലാം മാറ്റം ഉണ്ടാവും. അവന്റെ കുടുംബത്തിനോട്, നമുക്ക് ഈമാൻ കുറവാണെങ്കിൽ എന്താ, പാപങ്ങൾ ചെയ്താൽ നമുക്ക് എന്താ ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യം വരും. പാപങ്ങൾ ചെയ്താൽ നമുക്ക് എല്ലാത്തിനോടും ദേഷ്യമായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും തിന്മ, ഹറാമായതിലേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടാലും ദേഷ്യം വരില്ലായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരിക, അതിന് ഒരുപാട് സ്വഭാവങ്ങൾ മോശമാകും. അഅ്മാലുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. നമുക്ക് സുന്നത്തായ നമസ്കാരങ്ങളോട് മടുപ്പായിരിക്കും, ഖുർആൻ പാരായണം ചെയ്യാൻ മടുപ്പായിരിക്കും. അങ്ങനെ പല അവസ്ഥ. ഇനി ഈമാൻ വർദ്ധിക്കുന്ന ആളിലോ, ഈമാൻ കൂടുന്ന ഒരാളിലോ, അവന് വീണ്ടും അമാലുകൾ ചെയ്യാൻ, അവന് എത്ര നമസ്കരിച്ചാലും അവനൊരു ക്ഷീണം അനുഭവിക്കൂല. ഖുർആൻ പാരായണം ചെയ്താൽ അതൊരു ഭാരമായി തോന്നൂല. അവന് സുന്നത്തായ നോമ്പെടുക്കുന്നതിനൊരു ക്ഷീണം അനുഭവിക്കൂല. എന്നാൽ ഈമാൻ കുറവുള്ളവന് ചെറിയൊരു നോമ്പെടുക്കുമ്പോഴേക്കും അവന് സാധിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഈമാനിന്റെ ശക്തി കൊണ്ടാണ് അമാലുകൾക്ക് സാധിക്കുക. അപ്പൊ ഈമാൻ കൂടുമ്പോൾ അവന്റെ അമാലുകളും അതിനനുസരിച്ച് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈമാൻ കുറവുള്ള ആളുടെ അടുക്കലേക്ക് എന്തെങ്കിലും ശുഭഹത്തോ ഷഹ്വത്തോ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ദീനിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തിന്മയിലേക്കുള്ള എന്തെങ്കിലും ഇച്ഛകൾ വന്നാൽ അവനതിൽ പെട്ടെന്ന് പോകും. അതില് പിന്നെ അവന്റെ ഈമാൻ കുറഞ്ഞു പോകും. എന്നാൽ ഈമാൻ ശക്തിയുള്ള ആളുകൾ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ആളുകൾ രണ്ടു തരത്തിലുണ്ടാവും. ഒന്നാമത്തെ ആളുകൾ ഈമാൻ കൂടിയ ശക്തമായ ആളുകൾ. അവർക്ക് ഒരു സംശയമോ ഒരു ശക്കോ ഒന്നും അവരെ ബാധിക്കൂല. അവർക്ക് നല്ല ശക്തമായ ഈമാൻ ഉണ്ടാവും. മറ്റേ ആളുകൾ ഈമാൻ കുറയുന്ന ആളുകൾ, അവര് പാപങ്ങൾ കൊണ്ടും മറ്റു പല കാര്യങ്ങളെ കൊണ്ടും ഈമാൻ കുറയുന്ന ആളുകൾ. ഇതിൽ തന്നെ ആളുകൾ വ്യത്യസ്ത അവസ്ഥയിലുണ്ടാവും. ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് വ്യത്യസ്ത അവസ്ഥയുണ്ടാവും. ഈമാൻ കൂടുന്ന ആളുകളിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവും, നല്ല സ്വബുർ ഉണ്ടാവും, നല്ല ഹിൽമ് അവധാനത ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല സ്വഭാവങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, ഈമാനിന്റെ അവസ്ഥ അനുസരിച്ച് ആളുകളുടെ അമാലുകളിൽ മാറ്റം വരും. ഇന്നൊരു ശൈഖ് പറയാണ്, രണ്ടാളുകൾ ഒരു നമസ്കാരം നിർവഹിക്കുകയാണ്. ഒന്നാമത്തെ ആള് ബാഹ്യമായിട്ടുള്ള ഹക്കുകളും ബാഹിറായിട്ടുള്ള ഹക്കുകളും വീട്ടുന്നുണ്ട്, ബാത്തിനായിട്ടുള്ള ഹക്കുകളും വീട്ടുന്നുണ്ട്. അഥവാ
ഏത് നമസ്കാരത്തിനും അതിന് ഫിഖിയായ വശമുണ്ടാവും, റൂഹിയായ വശമുണ്ടാവും. നമ്മൾ കൈകെട്ടി നമസ്കരിക്കുമ്പോൾ അതിന്റെ ശരിയായ രൂപം ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ കൽബിയായിട്ട് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അള്ളാഹിനോടുള്ള സംസാരമാണ് എന്റെ നമസ്കാരം, ആ ഒരു ബോധസ്കരിക്കുന്ന ആൾ. മറ്റേ ആള് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആന്തരികമായിട്ട് അവന്റെ കച്ചവടം, അവന്റെ കുടുംബം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തയിൽ പോകുന്ന അവസ്ഥ. അപ്പൊ ഈ രണ്ടാളുകൾ വ്യത്യാസപ്പെടുകയാണ്. ഒരാൾ ഈമാനികമായി ശക്തിയുള്ള ആളാണ്, ഒരാൾ ഈമാനികമായി ദുർബലപ്പെടുന്ന ആൾ. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെയും ഹദീസിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ മുഅ്മിനീങ്ങളെ 3 മർത്തബകളായിട്ട് ഉലമാക്കൾ പറയാറുണ്ട്. 3 മർത്തബകളായിട്ട്. ഒന്നാമത്തെ മർത്തബ മർത്തബത്തുസ് സാബിഖീൻ, മുന്നിടുന്ന ആളുകൾ. രണ്ടാമത്തേത് വമർത്തബത്തുൽ മുഖ്തസിദീൻ, ഒരു മിതത്വം പാലിക്കുന്ന നടുവിലുള്ള ആളുകൾ. മൂന്നാമത്തേത് വമർത്തബത്തുൽ ളാലിമീൻ, ദുൽമ കാണിക്കുന്ന ആളുകൾ. 3 ദർജയിലാണ് മുഅ്മിനീങ്ങൾ ഉണ്ടാവുക. ഒന്നാമത്തേത് മർത്തബത്തുസ് സാബിഖീൻ, മുന്നിട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഹറാമുകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതായിരിക്കും, വാജിബാത്തുകളും സുനനുകളും ചെയ്യുന്നവരായിരിക്കും. അതിനപ്പുറത്തേക്ക് ഹലാലായ കാര്യങ്ങളാണെങ്കിൽ പോലും ഹറാമിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ വാജിബുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നവരായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾക്ക് നല്ല ഭക്ഷണം എത്ര വേണമെങ്കിലും കഴിക്കാം, പക്ഷെ ഒരാൾ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ മടുപ്പ് വരും, എനിക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഹലാലാണെങ്കിൽ പോലും ആ ഭക്ഷണത്തെ കുറച്ച് തന്റെ ആവശ്യത്തിന് മാത്രം വെക്കുന്ന ആളുകൾ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹലാലായിരിക്കാം, പക്ഷേ അത് ഹറാമിലേക്ക് എത്തുമോ എന്നുള്ള ഭയം കൊണ്ട് ഒഴിവാക്കുന്ന ആളുകൾ. അതാണ് സാബിഖീങ്ങൾ, മുഖർരിബീങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുന്നിട്ട് പോകുന്നവർ. രണ്ടാമത്തെ മർത്തബത്തുൽ മുഖ്തസിദീൻ, ഒരു മിതത്വം ഖസ്ദിൽ നിൽക്കുന്ന ആളുകൾ. അവര് ഹറാമുകളെല്ലാം ഒഴിവാക്കുന്നവരായിരിക്കും, ഹലാലുകൾ വാജിബാത്തുകൾ കൃത്യമായി ചെയ്യുന്നവരായിരിക്കും, സുന്നത്തുകൾ അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്ന ആ രീതിയിൽ പോകുന്ന ആളുകൾ. അവരിടക്ക് പാപത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും, അങ്ങനെ വരുന്ന ഒരു മിതത്വമായിരിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വമർത്തബത്തുൽ ളാലിമീൻ, അവര് പാപങ്ങളിൽ മുഴുകുന്ന ആളുകളായിരിക്കും. പാപങ്ങളിൽ മുഴുകും, പക്ഷെ അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടാകും, പക്ഷെ അവർ പാപങ്ങളിൽ വീണ്ടും വീണ്ടും ധാരാളമായി പെട്ടുപോകുന്ന ആളുകൾ. ഈ 3 മർത്തബകളിലാണ് മുഅ്മിനീങ്ങൾ ഉണ്ടാവുക. മുഅ്മിനീങ്ങൾ ഈ 3 മർത്തബകൾ. ഇനി ഈ ഓരോ മർത്തബയിൽ തന്നെയും ആളുകൾ അവരുടെ ഈമാനിന്റെ ശക്തിയും അമാലുകളുടെ ശക്തിയും അനുസരിച്ച് വ്യത്യസ്തരായിരിക്കും. ചില ആളുകൾ, സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥ, ചില സമയത്ത് നമ്മൾ ധാരാളമായി ശക്തമായ ഈമാനിന്റെയും ധാരാളമായ അമാലിന്റെ ആളുകളായിരിക്കും. വഹ്യാനൻ ബിൽ അഖ്സ്, ചില സമയത്ത് അതിന്റെ എതിരായിട്ട് ഈമാൻ കുറഞ്ഞ് അമാലുകൾ കുറഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്താൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിന് ധാരാളമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഏറ്റവും ഉത്തമരായ സ്വഹാബാക്കൾ, നമ്മുടെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായ സ്വഹാബാക്കൾ ഈമാൻ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. അതിൽ നമുക്ക് കാണാം, മുആദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ആളുകളെ വിളിച്ച്, സഹോദരന്മാരെ വിളിച്ച് പറയും, ഇജ്ലിസ് ബിനാ ഫൽനുഅ്മിൻ സാഅ, നമ്മൾ ഒപ്പിരിക്കുക, നമ്മൾ കുറച്ചുനേരം ഈ മുഅ്മിനീങ്ങളാവാം, അല്ലെങ്കിൽ കുറച്ചുനേരം ഈമാൻ വർദ്ധിപ്പിക്കാം, നമുക്കൊരു ഒരുമിച്ചിരിക്കാം, നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം, നമുക്ക് അള്ളാഹിനെ പറ്റി ചർച്ച ചെയ്യാം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പറ്റി, പരലോകത്തെ പറ്റി ചർച്ച ചെയ്യാം, അതിന് ഈമാൻ വർദ്ധിപ്പിക്കാം. അപ്പൊ അങ്ങനെ സദസ്സുകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടണം. നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവിനെ പറ്റി, ജീവിത ലക്ഷ്യത്തെ പറ്റി, പരലോകത്തെ പറ്റി നമ്മൾ 1, 2, 3 ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. എന്നാലേ ഈമാൻ ശക്തിപ്പെടുകയുള്ളൂ. അങ്ങനെ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ യഖീനിന്റെ അവസ്ഥയിലേക്ക്, സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് അങ്ങനെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഏറ്റവും ഉത്തമരായ സഹാബാക്കളും പ്രവാചകന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിനെ ചോദിച്ചിരുന്നു. ഈമാനിൽ യഖീൻ ഉണ്ടാവാൻ, അതിൽ ഉത്തമമായ തുമഅനീനത്തെ കണ്ടെത്താൻ. യഖീനിന്റെ 3 ദർജകൾ നമുക്കറിയാം. ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ, അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാവുന്ന യഖീൻ. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ആ കാര്യം കണ്ടുകൊണ്ട് അതിന് സാക്ഷിയായിട്ടുണ്ടാവുന്ന യഖീൻ, ദൃഢത. ഹഖ്ഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ആ കാര്യം അനുഭവിക്കുന്നത് വഴി നേരിട്ടറിയുന്ന യഖീൻ. പ്രവാചകന്മാർ, സഹാബാക്കൾ അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു, അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷെയ്ഖ് പറയാൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചത്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു,
അള്ളാഹ് എങ്ങനെയാണ് മരണപ്പെട്ടവരെ നീ വീണ്ടും ജീവിപ്പിക്കുന്നത്? അത് വലിയൊരു വിശ്വാസമാണ്. മരിച്ചു കഴിഞ്ഞാൽ പരലോകം ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാനോ അമാലുകൾ ചെയ്യാൻ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആരാ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹനീഫ്, ഇമാമുൽ മുത്തഖീൻ, ഇമാമുൽ മുർസലീൻ, പ്രവാചകന്മാരുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പിൻപറ്റേണ്ട ഇമാമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിർണയിച്ച പിന്നെ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇമാം എന്ന് പറയുമ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. ഞാൻ അല്ലാത്ത ഈ അർത്ഥത്തിലാണ് പറഞ്ഞത്. പിന്നെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അള്ളാഹ് മരിച്ചവരെ നീ പുനർജീവിപ്പിക്കുന്നത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഖാല അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലേ? നിനക്ക് ഈമാൻ ഇതുവരെ വന്നിട്ടില്ലേ? അതില് അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയണ്ട, ബല എനിക്ക് വന്നിട്ടുണ്ട്, ഒരു സംശയമില്ല, വലാകിൻ ലയത്മഇന്ന ഖൽബി, എനിക്ക് അതിനു വേണ്ടിയിട്ടല്ല, എന്റെ കൽബ് നല്ല സമാധാനം അടയണം, എന്റെ കൽബിന് അത് നേരിട്ട് കണ്ട് യഖീനാവണം, ഈമാനിന്റെ ശക്തി വർദ്ധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആയിരിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖുദ് അർബഅത മിന അത്വൈരി ഫസുർഹുന്ന ഇലൈക ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم ان الله عزيز حكيم. അല്ലാഹു തആല പറഞ്ഞു, നീ 4 കിളികളെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ കഷ്ണിച്ചിട്ട് അത് വ്യത്യസ്ത പർവ്വതങ്ങളുടെ മേലെ ഇരുന്ന് അതിനെ പിന്നെ അത് കഷ്ണങ്ങളാക്കി ഇതാക്കണം. അങ്ങനെ ആ പർവ്വതങ്ങളുടെ മേലയിൽ നിന്ന് നീ അവരെ വിളിച്ചാൽ അവർ തിരിച്ചു വരുന്നതാണ്. അതായത് കഷ്ണിച്ച ആ പക്ഷികൾ തിരിച്ച് അതുപോലെ വരുന്നതാണ്. അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു തആല അസീസാണ്, ഹക്കീമാണ്. ഇവിടെ എന്തിനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കേണ്ട ആവശ്യം? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിൽ വിശ്വാസമല്ലേ? അള്ളാഹുവിന് പിന്നെ പരലോകത്തിൽ വിശ്വാസമല്ലേ? അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വാസമല്ലേ? വിശ്വാസക്കുറവല്ല, വിശ്വാസ ശക്തിപ്പെടുത്താനാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വയം പറയുന്നു, നാം സ്വയം വിശ്വസിക്കുന്നു, നാം മുഅ്മിനീങ്ങളാണ്, നമുക്ക് ഈമാനുണ്ട്. പക്ഷേ ഈമാനിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചതാണത്. അപ്പൊ നമ്മൾ എത്രത്തോളം ഈമാനിനെ പറ്റി പഠിക്കണം, ഈമാനിനെ പറ്റി അറിയണം, ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയിലെത്താൻ. മറ്റൊരു ഉദാഹരണം ശൈഖ് കൊടുക്കുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ, ആകാശഭൂമികളുടെ മലക്കൂത്തുകൾ, അതെങ്ങനെയാണ് അതിന്റെ സംവിധാനം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. എന്തിനാണെന്നറിയോ? വലിയകൂന മിനൽ മൂഖിനീൻ, യഖീനുള്ളവനാവാൻ, ഒരു സംശയമില്ലാതിരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ മിഅ്റാജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗ്ഗം കാണിച്ചു കൊടുത്തു, നരകം കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? യഖീൻ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞിട്ട് ഹിജ്റ വരുന്നുണ്ട്, അതുപോലെ ബദർ മുഹദ് യുദ്ധങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങളാണ് വരാൻ നിൽക്കുന്നത്. അപ്പൊ യഖീൻ വേണം. അപ്പൊ യഖീൻ നേടിയെടുക്കാൻ നാം ധാരാളമായി ഈമാനിനെ പറ്റി പഠിക്കണം. മറ്റൊരു ഉദാഹരണം ശൈഖ് കൊടുക്കുകയാണ്, വൽ ഹവാരിയൂന ഖവാസു തിബ്ബാഇൽ മസീഹ് ഇബ്നു മറിയം. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിൻഗാമികളായിട്ടുണ്ടായിരുന്ന ഹവാരിയങ്ങൾ, അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ചോദിച്ചൊരു കാര്യം ചോദിച്ചു. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണത്തളിക ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ പറ്റുമോ? അപ്പൊ അതിന്റെ തഫ്സീറിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഈസാ നബി അലൈഹി ഇസ്ലാം ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അല്ലാഹുവിൽ വിശ്വാസമായിട്ടില്ലേ? നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമായിട്ടില്ലേ ചോദിച്ചു. അല്ലാഹുവിന്റെ കഴിവിൽ വിശ്വാസമായിട്ടില്ലേ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരാൻ അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നുരീദു അൻ നഅകുല മിൻഹാ വതത്മഇന്ന ഖുലൂബുനാ വനഅലമു അൻ ഖദ് സദഖ്തനാ വനകൂന അലൈഹാ മിന അശ്ശാഹിദീൻ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നുരീദു അൻ നഅകുല മിൻഹാ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. വതത്മഇന്ന ഖുലൂബുനാ, ഞങ്ങളുടെ കൽബ് സമാധാനം അടയണം. ആകാശത്ത് ഒരു ഭക്ഷണത്തളിക അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ കൽബ് അതിൽ സമാധാനം അടയണം. അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് സത്യപ്പെടുത്താൻ അതിന് സാക്ഷികളായിട്ട് ഞങ്ങൾ മാറണം. അപ്പൊ ദീനിയായിട്ടുള്ള നേട്ടവും അതുപോലെ ഈമാനികമായ നേട്ടവും അവിടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഭക്ഷിക്കണം, അതുപോലെ ദുനിയവിയായ നേട്ടവും ഈമാനികമായ നേട്ടവും ഞങ്ങൾക്ക് ഭക്ഷിക്കണം, ഞങ്ങൾക്ക് ഇത് കാണണം. ഇവിടെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിശ്വസിച്ച ആളുകൾ അവരുടെ ഈമാനിൽ ശക്തി ഉണ്ടാക്കാൻ, ഈമാനിന്റെ ദറജ വർദ്ധിപ്പിക്കാൻ അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട, അവര് വേണ്ടി പരിശ്രമിച്ച വഴിയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പറഞ്ഞത്
ഈമാനുള്ളവരിൽ തന്നെ 3 ദറജകൾ ഉണ്ടാവും. ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ, മിതത്വത്തിൽ നിൽക്കുന്ന ആളുകൾ, താഴെഘട്ടത്തിലുള്ള ആളുകൾ. ഇതിൽ തന്നെ ആളുകൾ വ്യത്യസ്തരായി മാറാം. അപ്പൊ നാം പറയുന്നത് നമ്മൾ ഈമാനിനെ കുറിച്ചുള്ള പഠനവും ചർച്ചയും വർദ്ധിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിക്കണം. ഇൻഷാ അള്ളാഹ് അടുത്ത ഫസ്ൽ തുടങ്ങുന്നത് തന്നെ എവിടുന്നാണ് ഈമാൻ ഉണ്ടാക്കുക, അടുത്ത ഫസ്ൽ നമ്മൾ കടക്കുകയാണ് ഇൻഷാ അള്ളാഹ്. അപ്പൊ ഈ ഒന്നാമത്തെ ഫസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈമാൻ, ഈമാനിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഈമാനിന്റെ ശാഖകൾ അമാലുകൾ എന്തൊക്കെ, എങ്ങനെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നെല്ലാം, ഈമാനിന്റെ മർത്തബകൾ, ഇതെല്ലാമാണ് ഒന്നാമത്തെ ഫസ്ലിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കേൾക്കാത്ത ആളുകൾ അതിന് ഓഡിയോ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന് തുടർച്ച കേൾക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. രണ്ടാമത്തെ ഫസ്ല് അൽ ഫസ്ലു സാനി ഫീ ദിക്രിൽ ഉമൂരിൽ ലത്തി യുസ്തമദ്ദു മിൻഹാ അൽ ഈമാൻ. ഈമാൻ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഈമാൻ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ഫസ്റ്റിലുള്ള ചർച്ച. അതിന് ശേഖ് തുടങ്ങുന്നത് പിന്നെ നമ്മൾ ഈമാനിനെ പറ്റി പറഞ്ഞു, ഈമാൻ എന്താണെന്ന് പഠിച്ചു, അതെല്ലാം പഠിച്ചു. ഇനി ഈമാൻ എന്നുള്ളത് എങ്ങനെയാണ് ഒരു അടിമ നേടിയെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ വർധനം എങ്ങനെയാണ് ഉണ്ടാവുക. ശേഖ് തുടങ്ങുന്നത് അന്നൽ ഈമാൻ ഹുവ കമാലുൽ അബ്ദ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരടിമയുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് ഒരടിമയുടെ ദുനിയാവിലും പരലോകത്തിലുമുള്ള ദറജകൾ വർദ്ധിക്കുന്നത്. ഇതാണ് ഒരു അടിമക്ക് പിന്നെ ദുനിയവിയായിട്ടും പരലോകത്തിലും എല്ലാ നന്മ ലഭിക്കാനുമുള്ള കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഈമാൻ ശക്തിപ്പെടും, അത് നേടുന്നത് വഴി അത് ശക്തിപ്പെടും എല്ലാ കാര്യങ്ങളും. പിന്നെ അല്ലാഹു തആല ഖദ് ജഅല ലികുല്ലി മത്ലൂബിൻ സബബ വതരീഖൻ യുവസ്സിലു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം പറഞ്ഞാലും ആ കാര്യം നേടിയെടുക്കാനുള്ള വഴികളെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഈമാനിനെ പറ്റി പറഞ്ഞു, നമ്മൾ കേൾക്കുന്നതാണ് ഈമാനിന്റെ ശാഖകൾ, ഈമാനിന്റെ ഉന്നതമായ അവസ്ഥകൾ, ദറജകൾ, ഇതെല്ലാം നമ്മൾ പറയും. ഇവിടെ പറയുന്നത് ലികുല്ലി മത്ലൂബിൻ സബബ, എന്തൊക്കെ തേടപ്പെടുന്ന കാര്യങ്ങളുണ്ടോ അതിനുള്ള കാരണങ്ങളും വഴികളും അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക നമുക്ക് അതൊന്നും എത്താൻ പറ്റൂല, നമുക്ക് അതൊന്നും നേടിയെടുക്കാൻ പറ്റൂല, അതൊക്കെ വലിയ വലിയ ആളുകളാണ്, അങ്ങനെ വെച്ച് നമ്മൾ ഒഴിവാക്കും. സത്യത്തിൽ നമ്മൾ ആ സ്ഥാനത്താണ് നോക്കുന്നത്, പക്ഷെ അതിനുള്ള കാരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റാത്തത്. ഒരു അവസ്ഥ, ഒരു ഇഹ്സാനിന്റെ ദർജ, അല്ലെങ്കിൽ സാബിഖീങ്ങളുടെ മുഖർരിബീങ്ങളുടെ ദർജയെ പറ്റി നമ്മൾ കേട്ടു, നമ്മൾ ആലോചിക്കും അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല, അതൊക്കെ വലിയ വലിയ വേറെ ആളുകൾ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു ലക്ഷ്യമല്ല നമ്മൾ വെക്കുന്നത്, ആ ലക്ഷ്യം വെച്ചിട്ട് പറ്റൂല എന്നുള്ളതല്ല. ആ ലക്ഷ്യത്തിലെത്തിയ ആളുകൾ ഏത് കർമ്മം ചെയ്തുവോ, ആ ലക്ഷ്യത്തിലെത്തിയ ആളുകൾ എന്ത് പ്രവർത്തനം ചെയ്തുവോ, എന്ത് വിശ്വാസം കൈവരിച്ചുവോ അത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. അല്ലാഹു തആല എന്ത് കാര്യത്തെ പറ്റി പറയുമ്പോഴും അത് നേടിയെടുക്കാനുള്ള വഴികളും പറയുന്നുണ്ട്. ആ വഴികളെ പറ്റി അറിയുകയും പഠിക്കുകയും വഴി നമുക്കതിൽ എത്തിച്ചേരാൻ പറ്റും. അതാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഇനി ശേഖ് ഇവിടെ പറയുന്നത് ഏറ്റവും ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യാത്രയിൽ അവൻ തേടുന്നത് എന്താണ്? മരണം വരെയുള്ള യാത്രയിൽ നമ്മൾ തേടുന്നത് എന്താണ്? ഈമാനാണ്. ഈമാനിനെ വേണ്ടിയിട്ട് അന്വേഷണത്തിലാണ് നാം ഓരോരുത്തരും. അതിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ, അതിന്റെ ഉന്നതിയിലെത്താനുള്ള പരിശ്രമത്തിലാണ്. ഇനി ഇത് നേടിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഷേഖ് പറയുന്നത് അതിന് മുജ്മലായിട്ടും മുഫസ്സലായിട്ടും വഴികളുണ്ട്. മൊത്തമായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. മൊത്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈമാൻ നേടിയെടുക്കാൻ വേണ്ടത്? അതിന് ഷേഖ് 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് അത്തദബ്ബുർ ലി ആയാത്തില്ലാഹ് മിനൽ കിതാബി വസ്സുന്ന. നാം പാരായണം ചെയ്യുന്ന ഖുർആനിലെയും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് തദബ്ബുർ ഉണ്ടാവുക, ഉറ്റാലോചിക്കുക. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമാണ്. ആ അള്ളാഹുവിന്റെ കലാമിൽ തന്നെയും നമുക്ക് ധാരാളമായി ചിന്തിക്കാനും ധാരാളമായി ഉറ്റാലോചിക്കാനുമുള്ള കാര്യങ്ങളുണ്ട്. അതിലെ ആയാത്തുകളുണ്ട്. അല്ലാഹു തആല ഓരോ കാര്യങ്ങൾ പറയുന്നതും, അല്ലാഹു തആല ഇറക്കുന്ന ഓരോ നിയമവ്യവസ്ഥകളും, അല്ലാഹു തആല അറിയിക്കുന്ന ഓരോ കാര്യങ്ങളും, എന്തൊക്കെ ഖബറുകളാണ്, എന്തൊക്കെ മുൻകാലത്തെ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളുമാണ് അല്ലാഹു തആല അറിയിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് തദബ്ബുർ ഉണ്ടാവുക, ഉറ്റാലോചിക്കുക. സഹോദരങ്ങളെ, ഞാൻ എന്നോടും നിങ്ങളോടും പറയട്ടെ, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഗൗരവത്തിൽ അതിന്റെ ആയാത്തുകളെ ഉറ്റാലോചിച്ച് പാരായണം ചെയ്യാൻ നാം പഠിക്കണം. അല്ലെങ്കിൽ ഖുർആൻ കൊണ്ടുള്ള ആശയം, അതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തെ കാര്യം വതഅമ്മുൽ ആയാത്തിൽ കൗനിയ അൽ ഇഖ്തിലാഫി അൻവാഇഹ.
കൗനിയായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക, ചിന്തിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന്റെ ഈമാൻ ശക്തിപ്പെടാൻ അവന്റെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ മതി. പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മൾ ചുറ്റൊരുക്കിയിട്ടുള്ളത്. നമ്മുടെ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നമ്മുടെ സ്വന്തത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം, ഓരോ രീതികൾ, ഓരോ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി. എന്തൊക്കെയാണ് നടക്കുക നമ്മുടെ ശരീരത്തിൽ? നമ്മളൊന്നും അറിയുന്നില്ല. നമ്മുടെ ചുറ്റുപാടത്ത് മഴ വർഷിക്കുന്നത്, ചെടി മുളക്കുന്നത്, എത്ര തരം പക്ഷികൾ, എത്ര തരം പഴങ്ങൾ, എത്ര തരം പച്ചക്കറികൾ, എത്ര തരം ജന്തുജീവജാലങ്ങൾ, നമുക്ക് കാണുന്നതും കാണാത്തതുമായ എന്തൊക്കെ കാര്യങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ ഉദിപ്പിക്കുന്നു, അത് അസ്തമിക്കുന്നു, ചന്ദ്രൻ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു. നമ്മള് യാതൊരുവിധ കഴിവില്ല അതില്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഭൂമിയിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ഉറ്റാലോചിക്കുക നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും, അള്ളാഹുവിന്റെ കഴിവിനെ ബോധ്യപ്പെടുത്തും. മൂന്നാമത്തേത് വൽഹിർസു അലാ മഅരിഫത്തിൽ ഹഖ് അല്ലദീ ഖുലിഖ ലഹുൽ അബ്ദ്. ഒരടിമ എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത്, ആ ഹക്ക് എന്താണ് സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഹക്ക് എന്നതിനെ കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ടാവുക. എന്തിനാണ് ഒരു അടിമ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? എന്ത് ഹക്കാണതുള്ളത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഒരു അടിമ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അദ്ദിക്ർ, രണ്ട് അശ്ശുക്ർ. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു അടിമ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഹക്ക് എന്ന് പറയുന്നത്. ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ടുള്ള അറിവ്, അള്ളാഹുവിന്റെ അസ്മാഉ സിഫത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച്, അള്ളാഹുവിന്റെ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് എല്ലാമുള്ള ഇൽമ്, അതാണ് ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അവയിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങൾ, ആ താഅത്ത്, അനുസരണം, അതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെയും ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും വിചാരണ വെച്ചതും പ്രതിഫലങ്ങൾ വെച്ചതും ശിക്ഷ വെച്ചതും എല്ലാ കാര്യം വെച്ചത് ഈ രണ്ട് കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദിക്ർ വശുക്ർ. ഇതാണ് ആകാശഭൂമി സൃഷ്ടിച്ചതിന്റെ ഹക്ക് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കാം. അപ്പൊ ഈ ഹക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനുമുള്ള താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. നാലാമത്തേത് വൽ അമലു ബിൽ ഹഖ് ഫജമീഉൽ അസ്ബാബ് മർജിഉഹാ ഇലൽ അസ്ലിൽ അളീം. എന്ത് ചെയ്യുക? വൽ അമലു ബിൽ ഹഖ്. ഈ ഹക്ക് മനസ്സിലായാൽ, ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടതെന്ന് മനസ്സിലായാൽ അതിനുവേണ്ടി ശക്തമായി കർമ്മം ചെയ്യുക എന്നുള്ളത്, അത് എത്തിപ്പിടിക്കാൻ അതിലേക്ക് വേണ്ടി. കാരണം എല്ലാ നന്മയും എല്ലാ കാര്യങ്ങളും അടങ്ങുന്നത് ഏതൊന്നിനാണോ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലേക്കായിരിക്കും. അഥവാ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിന് വേണ്ടി, അയ്യുവഹിദൂൻ, അല്ലാഹുവിനെ ഏകനാക്കാൻ വേണ്ടി. ആ തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങളാണ് ദിക്ർ വ ശുക്ർ എന്ന് പറയുന്നത്. ദിക്ർ എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇൽമി, തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ട, ഹൃദയത്തിൽ ഉറക്കേണ്ട തൗഹീദ്. ശുക്ർ എന്ന് പറഞ്ഞാൽ തൗഹീദുൽ അമലി, അല്ലെങ്കിൽ തൗഹീദുൽ ഇറാദത്തി വത്വലബ്, അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെയും തേട്ടത്തിന്റെയും തൗഹീദ്. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പോ അതിനനുസരിച്ച് അമല് ചെയ്യുക എന്നുള്ളത്. ഇതാണ് മുജ്മലായി പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആനിലും സുന്നത്തിലുമുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുക. 2, കൗനിയായിട്ടുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുക, അഥവാ ഭൗതികപരമായിട്ടുള്ളത്. മൂന്നാമത്തേത്, ഏതൊന്നിനാണോ നാം സൃഷ്ടിക്കപ്പെട്ടത് അതെന്താണ് അതിന്റെ ഹക്ക് എന്നറിയാൻ വേണ്ടിയുള്ള പരിശ്രമം. 4, അതനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഇനി തഫ്സീലിയായിട്ട് ഇത് ഓരോന്നിനും വ്യത്യസ്തമായി വിശദീകരിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈമാൻ ശക്തിപ്പെടാൻ, ഈമാൻ വർദ്ധിക്കാൻ, മിൻഹാ ബൽ അഅ്ദമുഹ, അതിലേറ്റവും ഉന്നതമായ കാര്യം മഅരിഫത്തു അസ്മാഇല്ലാഹിൽ ഹുസ്ന, അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെ കുറിച്ച് അറിയുക. ഒരുത്തൻ അള്ളാഹുവിനെ കുറിച്ച് അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരുത്തൻ അള്ളാഹുവിനെ കുറിച്ച് അറിവുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അവൻ അള്ളാഹുവിനെ കുറിച്ച് അറിയുക അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെയും അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ ആയിരിക്കും. അതല്ലാത്ത ഒരുത്തൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹഖുൽ മഅരിഫ, ഏറ്റവും ശരിയായ രീതിയിലുള്ള അറിവ് അവനുണ്ടാവില്ല.
അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അറിയാതെ അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ അറിയാൻ ഒരുത്തിന് സാധിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ശൈഖ് പറയാണ് വൽഹിർസു അലാ ഫഹ്മി മആനിഹാ വതഅബ്ബുദു ലില്ലാഹി ഫീഹാ. ഈ അള്ളാഹുവിന്റെ നാമങ്ങളെ, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ അതിയായ താല്പര്യം കാണിക്കണം. അതിനെക്കുറിച്ച് ലഭിക്കുന്ന ഗ്രന്ഥങ്ങൾ, നമുക്ക് മലയാളം അറിയെങ്കിൽ മലയാളത്തിൽ തന്നെ മനോഹരമായ ഗ്രന്ഥങ്ങളുണ്ട് അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് സഹീഹായ രീതിയിൽ. അല്ലെങ്കിൽ അറബി അറിയെങ്കിൽ അറബിയിലുള്ള ഗ്രന്ഥങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ ദർസുകൾ കേൾക്കാനാണ് സാധിക്കുമെങ്കിൽ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട ദർസുകൾ, ആ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങളും വിശേഷങ്ങളും നമ്മൾ പഠിക്കണം. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതറിയുമ്പോൾ മാത്രമാണ് ഒരവസ്ഥയിൽ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തിന്റെ പല തലങ്ങളിൽ അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കും. ചില സമയത്ത് സബ്റായിരിക്കും നമുക്ക് വേണ്ടത്, ചില സമയത്ത് ശുക്റായിരിക്കും നമുക്ക് വേണ്ടത്, ചില സമയത്ത് വേറെ പല അവസ്ഥയിലായിരിക്കും അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുക. ഏത് പരീക്ഷണം വരുമ്പോഴും അത് നേരിടണമെങ്കിൽ ഒരാൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക. പാപങ്ങൾ ചെയ്ത് അവന് മനസ്സിന് വല്ലാത്ത ഞെരുക്കം അനുഭവപ്പെട്ടു. അവൻ തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പാപങ്ങൾ പൊറുത്തു തരില്ല, ഞാൻ ഒന്നെങ്കിൽ എനിക്ക് ദുനിയാവിന്റെ ജീവിതം അവസാനിപ്പിക്കാനെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്റെ തോന്നിയ പോലെ ജീവിക്കുകയാണ്, അള്ളാഹു എന്നെ കൈവിടും. അവൻ അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല. അള്ളാഹു റഹ്മാനാൻ റഹീമാൻ അവൻ അറിയില്ല. ഒരുത്തൻ പിന്നെ അള്ളാഹ് പറയാണ് ഞാൻ എന്ത് ചെയ്താലും അള്ളാഹ് പൊറുത്തു തരും, അള്ളാഹ് അങ്ങനെ ഒക്കെ വിട്ടത്. അള്ളാഹ് ശദീദുൽ ഇഖാബാണെന്ന് അവനറിയാം. അള്ളാഹു തആല ശക്തമായി ശിക്ഷിക്കുന്നവനാണ് അവനറിയില്ല. അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായ അറിവ് അതുണ്ടെങ്കിൽ അവന് കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റും. ഒരു ശൈഖ് കൊടുക്കുന്ന ഒരു ഹദീസ് സഹീഹ് ബുഖാരി മുസ്ലിമുള്ള ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 99 നാമങ്ങളുണ്ട്. 100 ആവാൻ ഒരെണ്ണം ഒഴിച്ചിട്ട് മൻ ഇഹ്സാഹ ദഖലൽ ജന്ന, ആരാണോ അതിനെ ഇഹ്സാഹ് ചെയ്യുന്നത് അത് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഇവിടെ 99 എന്ന് പറഞ്ഞ് 100 എണ്ണ ഒന്ന് കുറവ് എന്ന് പറഞ്ഞു. പല ഉലമാക്കളും ഇത് വിശദീകരിക്കാറുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുൽ വിത്ര ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അതുകൊണ്ട് തന്നെ ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ടാണ് 99 എന്നുള്ളതിൽ നിർത്തിയത്. തൗഹീദിന്റെ ഏറ്റവും മനോഹരമായ ഒരു വശം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും എണ്ണം തീരുമാനിക്കുന്ന ഒരു സാഹചര്യം എത്തിയാൽ, എത്ര വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ഈദിന് അല്ലെങ്കിൽ പ്രത്യേകമായി ഭക്ഷണം കഴിക്കുമ്പോൾ വരെ ഒറ്റ എണ്ണത്തിൽ ഭക്ഷണം കഴിക്കുമായിരുന്നു. 3, 5, 7 അത്രത്തോളം ശ്രദ്ധിക്കാറുള്ളത് അള്ളാഹുവിന് ഒറ്റ ഇഷ്ടമാണ്. അള്ളാഹു ഏകനാണ്. തൗഹീദിന്റെ ചെറിയ വിഷയങ്ങളിൽ പോലും തൗഹീദിന്റെ അടിസ്ഥാനത്തെ നിലനിർത്താൻ ശ്രമിക്കുമായിരുന്നു. കാരണം അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം. അപ്പൊ ഇവിടെ 99 എണ്ണമുണ്ട്. അതിനെ 99 എണ്ണം 99 മാത്രമുള്ളൂ എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്രയോ നാമങ്ങളുണ്ട്. നമ്മെ അറിയിക്കാത്ത, അറിയിച്ചതും അറിയിക്കാത്തതുമായ ഒരുപാട് നാമങ്ങളുണ്ട്. പക്ഷേ 99 എണ്ണം അതിൽ ഇഹ്സാഹ് ചെയ്താൽ, ഇഹ്സാഹ് എന്ന് പറഞ്ഞാൽ അതിനെ ഹിഫ്ളാക്കുക, മൻ ഹഫിളഹ അതിനെ കുറിച്ച് അത് ഹിഫ്ളാക്കുക, വഫഹിമ മആനിഹ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, വഇതിഖദഹ വതഅബ്ബുദു ലില്ലാഹ് അത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ ദഖലൽ ജന്ന. അഥവാ അസ്മാഉ സിഫാത്തുകൾ 99 എണ്ണം ഇഹ്സാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നാമങ്ങൾ 99 നാമങ്ങൾ ഹിഫ്ളാക്കുക, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക, അതുകൊണ്ടുള്ള ആശയം മനസ്സിലാക്കുക, അതുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അഥവാ ആ നാമങ്ങൾ വരുന്ന ദുആ കൊണ്ട് ഇബാദത്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ നാമങ്ങൾ കൊണ്ട് അതിന്റെ മുക്തള അതുകൊണ്ടുള്ള ഉദ്ദേശം അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. ഉദാഹരണത്തിന് അല്ലാഹു തആല സമീഅാണ്, അല്ലാഹു തആല ബസീറാണ് നമ്മൾ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് സമീഅ എന്നുള്ള ഇസ്മ കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക? ഒരു ഹറാമ് കേൾക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം, അല്ലാഹു തആല കേൾക്കുന്നവനാണ്, അള്ളാഹു ഇത് കേൾക്കും, അതുകൊണ്ട് അത് ഒഴിവാക്കണം. അപ്പൊ ആ നാമം കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളായി. ബസീറാണ്, അല്ലാഹു തആല എല്ലാം കാണുന്നവനാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, മറ്റൊരാളും നമ്മെ അറിയുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരും നമ്മളെ മറ്റാരും അറിയില്ല, നമുക്ക് ഏറ്റവും ഹറാമ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ലഭിക്കുമ്പോൾ എന്റെ റബ്ബ് കാണും, അല്ലാഹു തആല ബസീറാണ്. ആ ബസീറാണെന്നുള്ള അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ മേലെ അത് ഒഴിവാക്കുന്നവൻ. അപ്പൊ എന്തായി? അല്ലാഹു തആല ബസീർ എന്നുള്ള ഇസ്മ അനുസരിച്ച് അവൻ ഇബാദത്ത് ചെയ്യുന്നവനായി. അങ്ങനെയാണ് ഓരോ നാമങ്ങളും. അല്ലാഹു തആല ഗഫൂറാണ്, അല്ലാഹു തആല റഹീമാണ്, അല്ലാഹു തആല ജബ്ബാറാണ്, അല്ലാഹു തആല മുതകബ്ബിറാണ്, ഖാലിഖും മാലിക്കും മുദബ്ബിറും ഖുദ്ദൂസും അസ്സലാമാണ്, മുഅ്മിനാണ്, മുഹൈമിനാണ്, അസീസാണ്. അല്ലാഹുവിന്റെ ഓരോ നാമങ്ങളും
അതിന്റെ ഓരോ ആശയം കൊണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കൽബിൽ അത്രയധികം അല്ലാഹുമായിട്ടുള്ള ബന്ധമുണ്ടാക്കും, നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തും. അപ്പൊ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ സിഫാത്തുകളെ അറിയുക എന്നതാണ്. ശൈഖ് പറയാണ് വൽ ജന്നത്തു ലാ യദ്ഖുലുഹാ ഇല്ലൽ മുഅ്മിൻ, സ്വർഗത്തിലേക്ക് മുഅ്മിൻ അല്ലാതെ മറ്റൊരാളും പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരുത്തന്റെ ഈമാൻ വർദ്ധിക്കാൻ ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലെ വിശ്വാസമാണ്. അള്ളാഹുവിലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ അറിയാൻ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ പഠിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, വായന കൊണ്ടോ കേൾവി കൊണ്ടോ അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടോ ചോദിച്ചുകൊണ്ടോ ഓരോ ദിവസമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഇസ്മെങ്കിലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സൗകര്യം അതിനനുസരിച്ച് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങൾ തുടർച്ചയായി പഠിക്കുന്ന, വായിക്കുന്ന, കേൾക്കുന്ന ആളുകളായിട്ട് നാം മാറണം. അത് നമ്മുടെ ഈമാനിൽ ഭയങ്കരമായൊരു സ്ഥിരത. ഹറാമുകൾ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നിടത്ത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒക്കെ പറയുന്നത്, ഉപദേശിക്കാറുള്ളത് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കാനാണ്. കാരണം അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കും ആരെയാണ് നാം ധിക്കരിക്കുന്നത്. സലഫുകൾ പറയാറുണ്ട്, പാപത്തിന്റെ വലുപ്പം ചെറുപ്പം നോക്കിയിട്ട് നീ ആലോചിക്കണ്ട, ചെറിയ പാപമാണ് എന്ന് ആലോചിച്ച് നിസ്സാരമാക്കണ്ട, ആരെയാണ് നീ ധിക്കരിക്കുന്നത് എന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ വഖാറത്ത് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയണം. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകൾ പഠിക്കുക. ഈ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന എന്ന് പഠിക്കുന്നിടത്ത് അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളിടത്ത് പ്രധാനമായിട്ടും നമുക്ക് അറിയുന്നത് പോലെ തൗഹീദിന്റെ 3 ഇനങ്ങൾ വരുന്നുണ്ട്. തൗഹീദിന്റെ 3 ഇനങ്ങൾ: തൗഹീദുൽ റുബൂബിയ്യ, അത്തൗഹീദുൽ ഇലാഹിയ്യ വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. നമുക്കറിയുന്ന കാര്യമാണ്. തൗഹീദുൽ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്ന തൗഹീദുർ റുബൂബിയ്യത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയായിരിക്കും, പ്രവൃത്തി ലഭിക്കുന്നത് അടിമകൾക്കായിരിക്കും. നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെ എല്ലാം നിയന്ത്രണവും അധികാരവും അതുപോലെ തന്നെ അതിന്റെ എല്ലാം സൃഷ്ടാവും അള്ളാഹുവാണ് എന്നുള്ളത്. അതാണ് തൗഹീദുൽ റുബൂബിയ്യന്റെ ഏറ്റവും ചുരുക്കം. തൗഹീദുൽ ഉലൂഹിയ്യ, ആ തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ പ്രവർത്തിക്കുന്നത് അടിമകളായിരിക്കും. നമ്മൾ നമസ്കരിക്കുന്ന, വാക്കിലെ ഇബാദത്തുകൾ ചെയ്യുന്നു, ആ പ്രവൃത്തി എത്തിച്ചേരുന്നത് അള്ളാഹുവിലായിരിക്കും. റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും തമ്മിൽ വ്യത്യാസമാണ്. ഒരു കാര്യം റുബൂബിയ്യത്താണ് ഉലൂഹിയ്യത്താണ് മനസ്സിലാക്കാൻ, റുബൂബിയ്യത്തിൽ പ്രവൃത്തി ഫായിൽ അള്ളാഹു ആയിരിക്കും, പ്രവൃത്തി ചെയ്യുന്ന അള്ളാഹു ആയിരിക്കും, പ്രവൃത്തി കിട്ടിയ അടിമകൾക്കായിരിക്കും. ഉലൂഹിയ്യത്തിൽ ഫായിൽ അടിമയായിരിക്കും, പ്രവൃത്തി അടിമയാണ് ചെയ്യുക, പ്രവൃത്തി എത്തിച്ചേരുന്നത് അള്ളാഹുവിലേക്കായിരിക്കും. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, റുബൂബിയ്യത്തിൽ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ ഉലമാക്കൾ വേറിട്ട് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളെ തൗഹീദ്. ഇനി ശൈഖ് പറയാണ്, വഹാദിൽ അൻവാഉ ഹിയ റൂഹുൽ ഈമാൻ, ഈ കാര്യങ്ങൾ, ഈ തൗഹീദിന്റെ ഈ അടിസ്ഥാനങ്ങൾ, ഇതാണ് ഈമാനിന്റെ റൂഹ് എന്ന് പറഞ്ഞത്. വസ്ലുഹു വഗായതുഹു, ഏറ്റവും വലിയ അടിസ്ഥാനവും ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടുള്ള ഇതാണ്. ഫകുല്ലമ ഇസ്ദാദൽ അബ്ദു മഅരിഫത ബിഅസ്മാഇല്ലാഹി വസിഫാതി ഇസ്ദാദ ഈമാനു, എത്രത്തോളം ഒരു അടിമ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ നാമങ്ങളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ച് അറിയുന്നത് വർദ്ധിക്കുന്നുവോ അത്രത്തോളം അവന്റെ ഈമാൻ വർദ്ധിക്കും, അത്രത്തോളം വഖവാ യഖീനുഹു, അവന്റെ യഖീൻ ശക്തിപ്പെടും, അവന്റെ ഈമാനിലെ ദൃഢത ശക്തിപ്പെടും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി, ശൈഖ് പറയാണ്, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് ശൈഖ് പറയാണ്, ഇത് അഖീദയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ്. ഈ വതകൂനു മഅരിഫതുഹു സാലിമതൻ മിൻ ദാഇ തഅതീൽ വമിൻ ദാഇ തംസീൽ, അള്ളാഹുവിന്റെ നാമഗുണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് തഅതീൽ എന്ന രോഗത്തിന്റെയും തംസീൽ എന്ന രോഗത്തിൽ നിന്നും മാറിയിട്ടായിരിക്കണം. അതായത് അസ്മാഉ സിഫാത്തിൽ ഒരുപാട് ആളുകൾ, ശൈഖ് പറയാണ്, ഒരുപാട് ആളുകൾ പിഴച്ചുപോയത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് അഖീദ പിഴച്ചുപോയ ആളുകൾക്ക് പ്രധാനമായിട്ടും 4 പ്രശ്നങ്ങളാണ് സംഭവിച്ചത് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളിൽ. ഒന്ന് തഅതീൽ, അതിനെ നിഷേധിക്കുന്ന അവസ്ഥ. 2 തംസീൽ, അതിനെ ഉപമിക്കുന്ന അവസ്ഥ. 3 തക്കീഫ്, അത് എങ്ങനെയാണെന്ന് പറയുന്ന അവസ്ഥ. 4 തഹ്രീഫ്, ഖുർആനിലെ ഹർഫുകൾ മാറ്റിയിട്ട് അതിന്റെ ആശയം മാറ്റുന്ന അവസ്ഥ. ഈ 4 കാര്യങ്ങൾ. തഅതീൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമത്തെയോ വിശേഷണത്തെയോ പിന്നെ ഈ നിഷേധിക്കുന്ന അവസ്ഥ. തംസീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എന്തെങ്കിലും നാമം അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷണം അത് ഇന്നതുപോലെയാണ് എന്നുള്ള രീതിക്ക് ഒരു ഉപമ പറയാം. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു സിഫത്തോ ഇസ്മോ പറഞ്ഞാൽ അതിങ്ങനെയാണ് അതിങ്ങനെയാണ്. അള്ളാഹു തആല അങ്ങനെയല്ല, സൃഷ്ടികളെ പോലെയല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിന്റെ പോലെ ഒന്നുമല്ല. മൂന്നാമത്തേത് തക്കീഫ്,
അള്ളാഹുവിന്റെ എന്തെങ്കിലും സിഫത്തോ ഇസ്മോ അതെങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ അള്ളാഹു താല നുസൂല്, അള്ളാഹു താല താഴെ ആകാശത്തേക്ക് ഇറങ്ങും, അതെങ്ങനെയാണ് ഇറങ്ങുക, അങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഇസ്തിവാ, അള്ളാഹു താല അർശിന് മേൽ ഇസ്തിവാ ചെയ്തു, അതെങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെയെന്ന് കൈഫിയത്ത് പറയാ. നാലാമത്തെ തഹരീഫ്, പിന്നെ ഖുർആനിൽ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ വന്നിട്ടുള്ള ആയത്തുകൾ അല്ലെങ്കിൽ ഹദീസുകളെല്ലാം ഹർഫുകൾ മാറ്റിയിട്ട്, ഉദാഹരണത്തിന് ഇപ്പോ കല്ലമ അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമോട് സംസാരിച്ചു. അപ്പൊ ഇത് പിന്നെ ചില പഴച്ച ആളുകൾ ജഹ്മിയാക്കൾ പോലെ അല്ലെങ്കിൽ മുഅ്തസിലിയാക്കൾ പോലെ പഴച്ച ആളുകൾ കല്ലമ അല്ലാഹു മൂസ തക്ലീമ എന്ന് പറയും. മൂസ അള്ളാഹുവിനോട് സംസാരിച്ചു. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ സംസാരം എന്നുള്ള സിഫത്ത് അവര് നിഷേധിക്കാൻ വേണ്ടി മാറ്റിക്കളിക്കും. അതാണ് തഹരീഫ് എന്ന് പറയും. ഇത് വിശാലമായി പഠിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഭാവിയിൽ എപ്പോഴും പറയാം. അപ്പൊ ഈ അസ്മാ സിഫാത്ത് പഠിക്കുമ്പോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവരുത്. ഇത് ഉണ്ടാവാതിരിക്കാൻ എന്താ വഴി? നമ്മളത് നോക്കിയാൽ മതിയല്ലോ. രക്ഷപ്പെടാൻ എന്താ വഴി? ഇത് ഉണ്ടാവാതിരിക്കുക, ഇതിനെക്കുറിച്ച് അറിയണ്ടെന്നല്ല, ഇത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട വഴി അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എന്താണോ അള്ളാഹു പറഞ്ഞത് ഖുർആനിൽ വന്നത്, എന്താണോ റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് ഹദീസിലും സഹിഹായ ഹദീസുകളിൽ വന്നത്. മൂന്നാമത്തേത്, ഇവ എങ്ങനെ സ്വഹാബാക്കൾ മനസ്സിലാക്കി. സഹാബാക്കൾ അള്ളാഹുവിന്റെ എഴുത്, അള്ളാഹുവിന്റെ കൈ, അത് അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹുവിന്റെ നുസൂൽ ഇറക്കം, അള്ളാഹുവിന്റെ ഇസ്തിവാഹ്, ഇതെങ്ങനെയാണോ സഹാബാക്കൾ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കുക. അപ്പൊ എന്തായി? ഇതുപോലെയുള്ള കുഴപ്പങ്ങളിൽ നിന്നെല്ലാം നാം സുരക്ഷിതരായി. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങൾ പഠിക്കുന്നതിന് സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അതുപോലെ സലഫു സ്വാലിഹീങ്ങൾ യഥാർത്ഥ അഖീദയിലും മൻഹജിലും ഉണ്ടായിരുന്ന സഹാബാക്കളും സലഫു സ്വാലിഹീങ്ങളും എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നാം സുരക്ഷിതരായി. അങ്ങനെ യഥാർത്ഥ രൂപത്തിലുള്ള മഅരിഫത്ത് നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ ശക്തിപ്പെടും. അങ്ങനെ നമ്മൾ യഖീനിലെത്തും. അങ്ങനെ തുമഅനീനത്ത്, ഏറ്റവും വലിയ സമാധാനം നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഈമാൻ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് അറിയലാണ്. രണ്ടാമത്തേത് തദബ്ബുറുൽ ഖുർആൻ അലാ വജ്ഹിൽ ഉമൂം, ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുക. എല്ലാ രീതിയിലും ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കാനുള്ള അവസ്ഥ. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ ഒരു സിഫത്തായ കലാമായ ഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമുക്ക് ഏറ്റവും അടുപ്പിക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടിയിട്ടാണ് നമസ്കാരം പോലും യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത്. ഖുർആൻ പാരായണം ചെയ്യാതെ നമസ്കാരമില്ല. ഒരാൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ എങ്കിലും പാരായണം ചെയ്യാതെ അവരാ നമസ്കാരമില്ല. അപ്പൊ ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം. ഖുർആനുമായിട്ടുള്ള ബന്ധം, അതാണ് ഈമാൻ വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറഞ്ഞില്ല, ഒന്നാമത് പറഞ്ഞ അസ്മാഉൽ ഹുസ്ന, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ചർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നാമഗുണങ്ങളെ പറ്റിയിട്ടാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിനെ പറ്റിയും സ്വർഗത്തിന്റെ ഹൂറിലിങ്ങളെ പറ്റിയും സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റിയും സ്വർഗത്തിന്റെ മറ്റു പല കാര്യങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്നതിനേക്കാൾ ചർച്ച അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ പറ്റിയിട്ടാണ്. ഇതെങ്ങനെ പറയാനുള്ള കാരണം, അധിക ആളുകൾക്കും പ്രധാനമായിട്ടും നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹവും അതിനുള്ള ഒരു ഊർജവുമായി നൽകുന്ന കാര്യം എന്താണ്? സ്വർഗത്തിലേക്കുള്ള പ്രതീക്ഷയാണ്. നരകശിക്ഷയെ ഭയപ്പെടുന്നുണ്ടെങ്കിലും കൂടുതൽ മുന്നേറാൻ സ്വർഗത്തിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈമാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ശക്തിപ്പെടാൻ സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാരായണം ചെയ്യും. എന്നാൽ അതിനേക്കാൾ എല്ലാം കൂടുതലായി വിശുദ്ധ ഖുർആനിലെ ചർച്ച അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളാണ്. എത്ര ആയത്തുകൾ ഖുർആനിൽ ഒരു പേജ് നമുക്ക് എടുക്കാൻ പറ്റൂല, അള്ളാഹുവിന്റെ ഒരു നാമമോ വിശേഷണമോ ഒന്നുമില്ലാത്ത ഒരു പേജ് പോലും ഉണ്ടാവില്ല. ഖുർആനിൽ ഒരു ആയത്ത് പോലും ഉണ്ടാവില്ല തൗഹീദിനെ കുറിച്ച് പറയാതെ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. ഒന്നുകിൽ തൗഹീദിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തൗഹീദിനെതിരായി വിരോധിക്കുന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ തൗഹീദ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തൗഹീദ് ഇല്ലാതെ പോയാലുള്ള നഷ്ടത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തൗഹീദ് തഹ്കീഖ് ചെയ്ത മുൻഗാമികളുടെ ചരിത്രത്തെ പറ്റി, അല്ലെങ്കിൽ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾക്ക് പറ്റിയ പിഴവിനെ പറ്റി, തൗഹീദുമായി ബന്ധപ്പെടാത്തൊരു ചർച്ച വിശുദ്ധ ഖുർആനില്ല. അപ്പോ വിശുദ്ധ ഖുർആനിലെ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള ഒരു വഴിയാണ്. അതിനു പുറമെ നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു തആല പറഞ്ഞു, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ഖുർആൻ പാരായണം ചെയ്താൽ ആ കേൾക്കുന്ന മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഈമാൻ വർദ്ധിക്കും. അവർ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, അള്ളാഹുവിന് ദൃഢമായി ബലമേൽപ്പിക്കുന്ന ആളുകളായിട്ട് മാറും. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്ന അഖ്ബാറുകൾ, മുൻഗാമികളായ സത്യനിധരായ ആളുകളുടെ ചരിത്രങ്ങൾ, ആ കാര്യങ്ങളോട് നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാം. അതല്ലാതെ ഫിഖ്ഹിയായ മസ്അലകൾ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം ഒരുപാട് അഹ്കാമുകൾ ഉണ്ടാവും വിശുദ്ധ ഖുർആനിൽ. ആ ഓരോന്ന് ആലോചിച്ചാൽ സഹോദരങ്ങൾ മീറാസിന്റെ അനന്തരാവകാശ നിയമങ്ങൾ അല്ലാഹു തആല ഒരുപാട് ഹദീസുകൾ ആയത്തുകൾ പറഞ്ഞു കാണാം. കടവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഇടപാടുകളിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമായി വരുന്ന കടബാധയിൽ ഏറ്റവും വലിയൊരു ആയത്തിറക്കി. ആ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ഇതുപോലെയുള്ള നിയമങ്ങൾ, ത്വലാഖുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതുപോലെ ഓരോ അഹ്കാമുകളും മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ അഹ്കാമുകളെ പറ്റി ചിന്തിച്ചാൽ ഇതിന് പിന്നെ ഒരു മനുഷ്യന് സാധിക്കില്ല. ഒരു മനുഷ്യൻ 10 100 മനുഷ്യന്മാർ ഒരുമിച്ചിരുന്നാൽ പോലും മനുഷ്യർക്ക് എല്ലാ വിധത്തിലും നന്മയായിട്ട് ഇതുപോലെ നിയമവ്യവസ്ഥ ഇത്ര കൊടുക്കണം ഇത്ര കൊടുക്കരുത് ഈ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അഹ്കാമുകളെ കുറിച്ച് ആലോചിച്ചാൽ പോലും നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന, അതിൽ യഖീനാകുന്ന അവസ്ഥ നമുക്കുണ്ടാവാൻ സാധിക്കും. കാരണം അത് അള്ളാഹുവിൽ നിന്നാണ് ദൃഢമായി ബോധ്യപ്പെടും. അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില തെറ്റുകൾ നമുക്ക് ഉണ്ടാവുമായിരുന്നു. അല്ലാഹു തആല പറഞ്ഞില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ ഖുർആനെ കുറിച്ച് തദബ്ബറുള്ളവരാവുന്നില്ലേ? അള്ളാഹുവിൽ നിന്നല്ല മറ്റൊരാളിൽ നിന്നാണ് അത് ഇറക്കപ്പെട്ടത് എങ്കിൽ അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപാട് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണുമായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അഖ്ബാറുകൾ, സത്യസന്ധമായ മുൻകാലക്കാരായ ആളുകളുടെ കുറിച്ചുള്ള അറിയിപ്പുകൾ, അതുപോലെ തന്നെ അതിന്റെ നിയമവ്യവസ്ഥകൾ, അതിന്റെ അഹ്കാമുകൾ, ചില പണ്ഡിതന്മാർ പറയും ഫിഖ് പഠിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. അത്ര വലിയ അഹ്കാമുകൾ ഓരോന്നിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള അഹ്കാമുകൾ, സുബ്ഹാനല്ലാഹ്, ഒരു നല്ല കച്ചവടം മാന്യമായ നിലക്ക് നടത്താൻ ആവശ്യമായ എല്ലാ നിയമങ്ങളും, അതിന്റെ ആ നിയമത്തിനെതിരായി ചെയ്യുന്ന ആളുകൾ പല രീതിയിൽ അപകടത്തിൽപ്പെടും. ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ നന്മ അതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യവും, അതിന്റെ എല്ലാ കാര്യവും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ, ഈമാൻ പൂർണ്ണമായ ആളുകൾ പറയുന്നത്, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ. റബ്ബേ, ഞങ്ങൾ കേട്ടു, ഒരു വിളിക്കുന്നവൻ വിളിക്കുന്നത് കേട്ടു, ഈമാനിലേക്ക് ക്ഷണിക്കുന്നത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ മുഅ്മിനീങ്ങളായി, ഞങ്ങളുടെ റബ്ബെ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചു, ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, 2 കാര്യങ്ങളാണ് ഈമാൻ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ചുള്ള ചിന്ത, ഉറ്റാലോചന. 2 അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ, അതിന്റെ അറിയിപ്പുകളെ കുറിച്ചും അതിന്റെ നിയമങ്ങളെ കുറിച്ചും നാം ചിന്തിക്കുക എന്നുള്ളത്. ഇനി അടുത്തത് വരുന്നത് മഅരിഫത്തു അഹാദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മനസ്സിലാക്കുക, മഅരിഫത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത ദിവസത്തിൽ ഇതിന്റെ ബാക്കി നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈമാൻ എന്ന് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും ആ ഈമാനിനെ അമാലുകൾ കൊണ്ടും സ്വഭാവം കൊണ്ടും തഹ്ഖീഖ് സാക്ഷാത്കരിക്കാനും ആ ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകാനും അതിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.